പുഞ്ചിരിമഠത്തും ഇന്നത്തെ തെരച്ചിൽ നിർത്തി. മാത്രമല്ല അവിടുത്തെ ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി രാവിലെ തെരച്ചിൽ ആരംഭിക്കും. എസ് വിജയകുമാർ കൂടി പുഞ്ചിരിമഠത്ത് നിന്ന് ചേരുന്നു. വിജയകുമാർ, തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് വാർത്ത വരുന്നു. SKN ഇന്നത്തെ തെരച്ചിൽ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. തെരച്ചിൽ സംഘത്തിൽ പോയ സന്നദ്ധ പ്രവർത്തകർ, ആർമിയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ മടങ്ങി വരികയാണ്. ദൃശ്യങ്ങളിൽ കാണാം, അവർ ദൂരെ മലയിറങ്ങി വരുന്നത് കാണാം. കാര്യമായ എന്ത് വെച്ചാൽ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന തെരച്ചിലിൽ കുറെ റിസൾട്ട് ഉണ്ടായിരുന്നു, കുറെ റിക്കവറി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയാനില്ല. തെരച്ചിൽ ഇനി എങ്ങനെയെന്നതിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണകൂടമാണ്, ജില്ലാ അഡ്മിനിസ്ട്രേഷനൊക്കെയാണ്. സാധ്യമായതെല്ലാം ചെയ്യും. തെരച്ചിൽ എത്ര ദിവസമെന്ന് പറയാൻ കഴിയില്ല. തെരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ ഈ മന്ത്രിതല സംഘത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഈ മൺകൂമ്പാരത്തിലെ തെരച്ചിൽ എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നതിൽ ഒരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണാതായവരുടെ എണ്ണം സംബന്ധിച്ചും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അതിലും കൂടുതൽ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. കാരണം ആ മേഖലയിൽ വെളിച്ചം മങ്ങിയാൽ അവിടേക്ക് തെരച്ചിൽ അസാധ്യമാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ അവിടെ ഒന്ന് കയറിയതാണ്, ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന വിവരം അറിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഇരുട്ടെന്ന് വെച്ചാൽ അവിടെ KSEBക്ക് ഇനിയും അവിടെ പവർ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ടില്ല. കാരണം അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും ലൈൻ പൊട്ടി വീണിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സപ്ലൈ കൊടുക്കാൻ KSEBക്ക് ഇപ്പോൾ കഴിയില്ല. ബാക്കി മുഴുവനിടത്തും KSEB ഇതിനോടകം അവരുടെ സപ്ലൈ നൽകിയിട്ടുണ്ട്. അവിടേക്ക് പക്ഷേ കൊടുക്കാൻ പറ്റാത്തത് അവിടുത്തെ സാഹചര്യം മൂലമാണ്. അപ്പോൾ അവിടെ ഇരുട്ടാണ്, അതിമാരക ഇരുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ ആരും നിൽക്കില്ല, എല്ലാവരെയും പോലീസ് തന്നെ താഴേക്ക് ഇറക്കി വിടും. ഇന്നലെയും അത് സംഭവിച്ചു. അപ്പോൾ ഇനിയപ്പോൾ അവിടെ ഈ മഴയൊക്കെ പെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ കൂടുതൽ എന്തെങ്കിലും തെരച്ചിൽ സാധ്യമല്ല, തന്നെ അത് റിസൾട്ട് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തെരച്ചിൽ സംഘങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങോട്ട് മടങ്ങി വരികയാണ്. ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് പുറകിൽ മല ഇറങ്ങി, അതായത് മുണ്ടക്കൈ മല ഇറങ്ങി ആളുകൾ വരുന്നത് കാണാം. വാഹനങ്ങളുണ്ട്, JCB ഉണ്ട്. ആ പാലം കടന്ന ആളുകൾ ഇങ്ങനെ വരികയാണ്. രാവിലെ ഏതാണ്ട് ഒരു 7-7:30 ആകുമ്പോഴേക്കും ഇതേ സംഘങ്ങൾ അവിടേക്ക് പോകും. 6 സംഘമായിട്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത്. അവർ ഓരോ ലൊക്കേഷൻ, ഓരോ മേഖല തിരിച്ചാണ് ഇപ്പോൾ തിരയുന്നത്. ഈ സംഘത്തിൽ നാട്ടുകാരുണ്ട്. അവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് ഇവിടെ വീടുണ്ട്, ഇവിടെ ഒരു ആരാധനാലയമുണ്ട്, ഇവിടെ സ്കൂളുണ്ട്, അങ്ങനെ നാട്ടുകാർ പറയുന്ന സ്ഥലങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. അതാണ് ഒരു പരിധിവരെ ആ തെരച്ചിൽ ഫലപ്രദവുമാണ്. പക്ഷേ ഇന്ന് നടന്ന അത്തരം തെരച്ചിലും കാര്യമായി ഒന്നും കണ്ടില്ല എന്നാണ് തെരച്ചിൽ സംഘങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നതിൽ ഒരു കോൾ എടുക്കേണ്ടി വരും. അത് ഈ പറയുന്ന റവന്യൂ വകുപ്പും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നായിരിക്കും എടുക്കേണ്ടി വരുന്നത്. NDRF, ഫയർഫോഴ്സ്, SDRF, ആർമി, അതുപോലെ തന്നെ പോലീസ്, സന്നദ്ധ പ്രവർത്തകര്, വിവിധ സംഘടനകൾ, അങ്ങനെ ഈ തെരച്ചിൽ സംഘത്തെ പലതായി വിഭജിച്ച് ഇവിടെ നിന്ന് അവരുടെ രജിസ്ട്രേഷൻ, അതായത് ഇവിടെ ഈ ആർമിയുടെ ബെയിലി പാലത്തിലേക്ക് കയറുന്നതിന് മുൻപ് ആ സംഘത്തിന്റെ ക്യാപ്റ്റൻ ആരാണ്, ആ ക്യാപ്റ്റന്റെ ഫോൺ നമ്പർ, എത്ര പേര് സംഘത്തിലുണ്ട് എന്ന് രേഖപ്പെടുത്തിയാണ് ഇവരെ മുകളിലേക്ക് അയക്കുന്നത്. അപ്പോൾ തിരികെ ഇത്ര സമയത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ആ ക്യാപ്റ്റനെ വിളിക്കുന്നു, എവിടെ എത്തിയെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായി, എന്ന് വെച്ചാൽ എല്ലാ നടപടികളും ഒക്കെ പൂർത്തിയാക്കി ആണ് ആ തെരച്ചിൽ സംഘം മുകളിലേക്ക് പോവുകയും താഴെ തെരച്ചിൽ നിർത്തിയതിനു ശേഷം ഈ ചൂരൽ മലയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തെരച്ചിൽ നാളെ മാത്രമേ തുടങ്ങൂ. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചൂരൽമലയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, രക്ഷാ ദൗത്യസേന ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ദൗത്യം പക്ഷേ നാളെയും തുടരും. വിജയകുമാറിന് തുടരാം. SKN ഈ രാവിലെ പോകുന്ന ആളുകൾ അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ഇവിടെ ആർമിയുടെ ബെയിലി പാലത്തിൽ കയറുന്നതിന് മുൻപ് നൽകും. അവർ 6 മണിക്ക് അവരെത്തിയില്ലെങ്കിൽ അവരെ വിളിച്ചിട്ട്, അവരുടെ ക്യാപ്റ്റനെ വിളിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ അവർ കൊണ്ടുവരുന്ന എല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നില്ല, അത് പരിശോധിച്ച ശേഷമാണ് മുകളിലേക്ക് പോകാൻ കഴിയുക. ഈ സംഘം മുണ്ടക്കൈ മേഖലയിലും മട്ടത്തുമാണ് ഇവരുടെ തെരച്ചിൽ നടത്തുന്നത്. വേറൊരു സംഘം നമ്മൾ നേരെ ഈ പാലം കയറി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. അവർ മറ്റൊരു ആ തേയിലത്തോട്ടത്തിനകത്തുകൂടി അവരുടെ തെരച്ചിൽ സംഘം ഇടതുഭാഗത്തേക്ക് തിരിയും. വേറൊരു വിഭാഗം നമ്മൾ നിൽക്കുന്നതിന് വലതുഭാഗത്തുകൂടി വെള്ളാർമല VHSCയുടെ സമീപത്തെ റോഡിലൂടെ മുന്നോട്ട് നീങ്ങും. ആ ദൗത്യ സംഘവും അങ്ങും അതിൻ്റെ എൻഡിൽ വരെ പോകും. മറ്റൊരു സംഘമാണ് ഈ പുഴയുടെ മുകൾ ഭാഗം മുതൽ ഈ നമ്മൾ നിൽക്കുന്ന ചൂരൽമല വരെയുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്തുക. അങ്ങനെ ഈ വിവിധ ഗ്രൂപ്പുകളായി നടത്തുന്ന തിരച്ചിലാണ്.
ഇന്നും മൃതദേഹവും മൃതദേഹാവശിഷ്ടവും ഒക്കെ പലയിടത്തുനിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈ പുജിരിമട്ട മേഖലകളിൽ നിന്ന് ഒപ്പം വെള്ളാർമല VHSC റോഡ് അതിൻ്റെ ഇരുവശത്തു നിന്നും കാണാതായ വലിയൊരു വിഭാഗത്തെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെപ്പറ്റി കൂടുതൽ വിവരമില്ല. അപ്പോഴവരെവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ചാലിയാറിന് താഴെ നിന്ന് അവർ മുകളിലേക്ക് തെരച്ചിൽ നടത്തുന്നത് പോലെ ഇവിടെ നിന്ന് താഴേക്ക് എത്ര ദൂരം പോകാൻ കഴിയുമെന്നൊക്കെയുള്ള പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിൽ നിന്ന് താഴോട്ട് എത്ര ഭാഗം പോകാൻ കഴിയും ഈ പുഴയുടെ സൈഡിലൂടെ എന്നതൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഈ പുഴയിലെ ഒഴുക്കൊക്കെ ഒന്ന് ക്രമാനുഗതമാക്കിയിട്ടുണ്ട് ഈ ആർമി ഇപ്പോൾ ഈ JCBകളുടെ സഹായത്തോടെ അതിൻ്റെ ഒഴുക്ക് ആ പുഴ ഒരു വശത്തേക്ക് മാത്രമാക്കിയിട്ടുണ്ട്. നേരത്തെ പുഴ നിറഞ്ഞ് സൈഡിലൂടെയൊക്കെ ഒഴുകുകയായിരുന്നു. ഇപ്പോൾ അത് ഒഴുക്കൊന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തെരച്ചിൽ പുഴയുടെ വിവിധ ഭാഗങ്ങളിലെ മൺകൂരങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇനി എങ്ങനെ തിരയണം എന്നത് സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നത്. തെരച്ചിൽ തുടരുമെന്ന് മാത്രമേ സർക്കാർ പറയുന്നുള്ളൂ. പക്ഷെ എങ്ങനെ തുടരും, എവിടെയാണ് അതിൻ്റെ കേന്ദ്രം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിലും ലഭ്യമല്ല. അപ്പോൾ അതിലെന്തെങ്കിലും കൂടുതൽ ഒരു പ്ലാൻ B ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്പോൾ അവരുടെ ഒരു ബാച്ച് പോകുന്നു, അടുത്ത ബാച്ച് വരുന്നു. ഓക്കെ, S. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എബിൻ ജോസ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇന്ന് വൈകിട്ട് 4 മണിവരെ 131.75 അടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ജലനിരപ്പ് 137 അടിയിലെത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ. നിലവിൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയും ഡാമിലേക്കുള്ള നീരൊഴുക്കും വളരെ കുറവാണ്. ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിക്കുന്നു. ജനങ്ങളെ ഭയപ്പെടുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നതെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറയുന്നു. 131 അടി മാത്രമേ ഇപ്പോൾ ഉയർന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 131 എക്സാക്ട്ലി പറഞ്ഞാൽ 131.75 ജലനിരപ്പ് 137 അടി എത്തിയാൽ മാത്രമേ ഈ അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് അനാവശ്യമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലിട്ട് ആളുകളെ പരിഭ്രാന്തരാക്കരുത് എന്നാണ് പരോക്ഷമായി ഇടുക്കി ജില്ലാ കളക്ടറുടെ FB പോസ്റ്റ് എന്നറിയുന്നു. അതുപോലെ ബിലു സാഫു പറയുന്നു, ഇന്നലെ ഞാൻ വയനാട് ചൂരൽമലയിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കുറച്ച് സാധനം നൽകാനായി പോയി. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. 3000 മുതൽ 5000 ആളുകൾക്ക് വേണ്ടി വരെ അവർ ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം എനിക്കറിയാം, ഈ ഒരു കർമ്മകാണ്ഡമാണിത്. അവിടെ വയനാട് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം എത്രയോ ആളുകളാണ് വിശ്രമമില്ലാതെ അവിടെ ജോലിയെടുക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ എന്നോട് വിശ്രമിക്കാൻ പറയുന്നു. അവരൊക്കെ വിശ്രമരഹിതമായി ജോലി ചെയ്യുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് മാറി നിൽക്കുന്നത്?